അസ്സലാമു അലൈക്കും. ഞാനിന്ന് നോമ്പുകാല വിഭവമായിട്ടുള്ള തരിക്കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള. സേമിയൊന്നും ഇടാതെ റവ മാത്രം ഇട്ടിട്ടുള്ള എൻ്റെ ഉമ്മക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണിത്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ 3 കപ്പ് വെള്ളം അടുപ്പത്ത് വെക്കുക. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മധുരം മതിയായതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ അതിലേക്ക് വേണ്ടത് ഈ വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. പാല് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് വറുത്ത റവയാണ് ഇട്ടുള്ളത്. വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. 3/4 കപ്പ് റവയാണ് കേട്ടോ ഞാനിതിലേക്ക് ഇടുന്നത്. റവ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു കരിഞ്ഞ ചവ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. റവ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നിട്ടത് ലൂസാണെന്നുള്ളത്. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പണിയിരുന്നത് ഞാനിത് ലൂസാണല്ലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി റവ ചേർക്കും. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ 4 കപ്പിലേക്ക് 3/4 കപ്പ് റവ പാകമാണ്. ഈ ലൂസിലാണ് ഇത് കുടിക്കാൻ ടേസ്റ്റും. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് തിളപ്പിച്ചെടുക്കാൻ. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതായി കിട്ടും. ഓൾറെഡി വറുത്തതുമാണല്ലോ. എന്നിട്ട് നമ്മളിത് വറവിട്ടെടുക്കുക. ലാസ്റ്റ് ഓഫ് ചെയ്യാൻ കാലം ഇതിലേക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്തിട്ടെടുക്കുക. ഇത് വെളിച്ചെണ്ണയിലും നെയ്യിലും വറവിട്ടിട്ടെടുക്കുക കേട്ടോ. ഞാൻ നെയ്യാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയുള്ളി എടുക്കണ്ട. ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തിട്ടാണ് വറവിട്ടെടുക്കുന്നത്. തേങ്ങക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ കടിക്കാനൊരു ടേസ്റ്റും കൂടെ കിട്ടും. ഞങ്ങൾ നോമ്പിന് അധികം ജീരകക്കഞ്ഞി തരിക്കഞ്ഞിയൊക്കെ ആക്കും കേട്ടോ. ഇവിടെ ഉമ്മക്കും അതൊക്കെ എൻ്റെ ഉമ്മക്കൊക്കെ അതെ തരിക്കഞ്ഞി നിർബന്ധമാണ്. ഉമ്മക്ക് പറയും തരിക്കഞ്ഞി കഴിച്ച് കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ലൊരു സുഖമാണ്, ക്ഷീണത്തിന് ആശ്വാസമാണെന്ന്. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, നമ്മൾ 3/4 കപ്പ് റവ ഒക്കെ എടുത്തപ്പോൾ തിക്നെസ്സൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തരിക്കഞ്ഞി ഇങ്ങനെ വെച്ച് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.